ചോദിച്ചാ എല്ലാ പ്രശ്നവും തീരുവോ? എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് സോറി എന്ന് കരുതരുത്. ഇനിയും നിങ്ങളുടെ മകൾ ലേറ്റായി ഹോസ്റ്റലിലേക്ക് വന്നാ ഞാൻ അവളെ തീർച്ചയായിട്ടും പുറത്താക്കും. ഇനി ഇതുപോലുള്ള അഭ്യാസങ്ങൾ വല്ലതും ഇറക്കിയ ഞാൻ നേരെ പിടിച്ച് പുറത്താക്കും. മനസ്സിലായോ? മനസ്സിലായി മാം. സോറി. ഓക്കേ. ഇവരോ ഇതുവരെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നാണം കെട്ട സ്ത്രീയത്. നിങ്ങളെയാണല്ലോ ഞാൻ എന്റെ മമ്മിയുടെ സ്ഥാനത്ത് കണ്ടേന്ന് ഓർക്കുമ്പോ എനിക്ക് അറപ്പ് തോന്നുക. കൈലാഷ്, നിനക്ക് എന്നോടുള്ള ദേഷ്യം കുറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ലെങ്കിൽ ഈ പടി വരെ എത്തിയിട്ട് എന്നോട് സംസാരിക്കാതെ പോവില്ലല്ലോ. എന്റെ ഉള്ളില് ആരോടും ദേഷ്യമില്ല മാഡം, കുറ്റബോധം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പോലും എനിക്ക് ധൈര്യമില്ലായിരുന്നു. എന്തായാലും നീ ആദ്യം അകത്തേക്ക് വാ പ്ലീസ്. വാ. വാ. ഇരിക്കും. ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട്? ശരീരത്തിലെ മുറിവുകളെല്ലാം ഭേദാവുന്നുണ്ട്. പക്ഷേ മനസ്സിലെ മുറിവ് അത് ഈ ജന്മം ഭേദാവാൻ തോന്നില്ല. തെറ്റ് എന്റെ ഭാഗത്താ. പാറുവിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയുന്നതിന് മുൻപ് ഞാൻ എടുത്തു ചാടാൻ പാടില്ലായിരുന്നു. മാഡം ഒരു തെറ്റും ചെയ്തിട്ടില്ല. പാർവതിയെ എന്നെയും ഒരുമിപ്പിക്കണമെന്ന് അപേക്ഷിച്ച് മാഡത്തെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിഴച്ചത് ഞാനല്ലേ? എന്റെ സന്തോഷത്തിന് വേണ്ടിയാ. ഒരാവശ്യമില്ലാതിരുന്നിട്ടും മാഡം എന്നെ സഹായിച്ചത്. പ്രിയനും പാർവതിയും തമ്മില് ഇഷ്ടത്തിലാണെന്ന് മാഡം അടക്കം എല്ലാവരും എന്നോട് പറഞ്ഞിട്ടും അത് വിശ്വസിക്കാതെ വാശി കാണിച്ചത് ഞാനല്ലേ? അതിനെല്ലാം മാഡത്തിനോട് മാപ്പ് ചോദിക്കാനാ ഞാൻ വന്നത്. അപ്പോഴാണ് മാഡം സോറി പറഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന് ഒരു കുട്ടിയോട് ചോദിക്കുന്നത് ഞാൻ കേട്ടത്. എനിക്ക് മാഡത്തിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടു. നാണക്കേടുകൊണ്ട് ഞാൻ പോകാൻ തുടങ്ങിയതാ. ഇത് നിന്റെ തെറ്റല്ല മോനെ. നിനക്ക് ആശ തന്നതിന് ശേഷം നിന്റെ ആഗ്രഹങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും തടസ്സം നിൽക്കുകയാണെന്ന് നീ തെറ്റിദ്ധരിച്ചു. ഈ പ്രായത്തിൽ അതിനോട് നീ പ്രതികരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീ എന്നോട് പറഞ്ഞതൊന്നും ഞാൻ എന്റെ മനസ്സിൽ വെച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ഓർത്ത് വെറുതെ നിന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ട. നിന്നെ എനിക്ക് പഴയതുപോലെ ഹാപ്പിയായി ആരോഗ്യത്തോടെ കണ്ടാ മതി. ഇപ്പൊ തോന്നുന്ന വിഷമമെല്ലാം മറന്ന് ധൈര്യമായിട്ട് ജീവിക്കണം. നിനക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് പങ്കുവെക്കാൻ ഞാനുണ്ട്. മനസ്സിലെ ഭാരമെല്ലാം ഇറക്കി വെക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ അതിന് പറ്റുന്നില്ല. അമ്മേ, ഞാൻ കുറച്ചു നേരം അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നോട്ടെ? പാറുവിനെ മറക്കാൻ ശ്രമിക്കും മോനെ. എല്ലാം മറക്ക്. നടന്നതെല്ലാം മറക്കാൻ
ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പാർവതിയെ മറക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നില്ല അമ്മേ. കാണാനാൺ കിളി വഴി